Hello everyone, welcome back to our channel. Today we are going to take a close look at the new chapter Breaking Barriers I Will Fly by Srikanth Balla from the second unit Paths to Progress. And now let's get started from his profile. Srikanth Balla was born in 1991 at Machilipatnam in Andhra Pradesh. ശ്രീകാന്ത് ബൊല്ല ജനിക്കുന്നത് 1991 മച്ച്ലിപട്നം എന്ന് പറയുന്ന പ്രദേശത്താണ്. ഹിസ് പാരൻസ് വർ അൺഎഡ്യൂക്കേറ്റഡ് ഫാമേഴ്സ്. അദ്ദേഹത്തിൻ്റെ പാരൻസ് വിദ്യാസമ്പന്നരല്ലാത്ത അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കർഷകരായിരുന്നു. He has been a youth leader since 2005 and a member of the Lead India campaign of 2020. അദ്ദേഹം 2005 മുതൽ ഒരു യൂത്ത് ലീഡറും 2020 ലീഡ് ഇന്ത്യ ക്യാമ്പയിനിലെ മെമ്പറുമായിരുന്നു. ദ നാഷണൽ യൂത്ത് മൂവ്മെൻറ്റ് സ്റ്റാർട്ടഡ് ബൈ ദ ഫോമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ APJ അബ്ദുൽ കലാം. ഈ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് APJ അബ്ദുൽ കലാമാണ്. In 2012, ബോല സെറ്റപ്പ് ബോളണ്ട് ഇൻഡസ്ട്രീസ് വിത്ത് എ പാർട്ട്ണർ രവി മന്ത. 2012 ബോളണ്ട് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു സംരംഭം തുടങ്ങുകയും അതിൻ്റെ പാർട്ട്ണർ രവി മന്തയുമായിരുന്നു. ഇറ്റ് പ്രൊഡ്യൂസസ് എക്കോ ഫ്രണ്ട്ലി റീസൈക്കിൾഡ് ക്രാഫ്റ്റ് പേപ്പർ ആൻഡ് പാക്കേജിംഗ് പ്രൊഡക്ട്സ് ഫ്രം നാച്ചുറൽ ആൻഡ് റീസൈക്കിൾഡ് മെറ്റീരിയൽസ്. ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്രാഫ്റ്റ് പേപ്പർ ഉണ്ടാക്കുന്ന, അതേപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു പാക്കേജിംഗ് ആയിരുന്നു. Srikanth Balla is the director of 𝐂𝐧𝐠 Foundation which he founded in 2016. അദ്ദേഹം 2016 സ്ഥാപിച്ചിട്ടുള്ള 𝐂𝐧𝐠 ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംരംഭത്തിൻ്റെ ഡയറക്ടർ കൂടിയായിരുന്നു. ദ ഓർഗനൈസേഷൻ എയിംസ് ടു എനേബിൾ ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ ടു അച്ചീവ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ബൈ 2030. ഈ ഒരു ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ഇൻഡിവിജ്വൽസിനെയും 2030 ആകുമ്പോഴത്തേക്കും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാപ്തരാക്കുക എന്നുള്ളതായിരുന്നു. In 2017, Bola was named in the Forbes magazine list of 30 under 30 across all of Asia. 2017 ശ്രീകാന്ത് ഫോബ്സ് മാഗസിൻ പുറത്തിറക്കുന്ന 30 under 30 എന്ന് പറയുന്ന ഒരു ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേര് കൂടി ഉണ്ടായിരുന്നു. അതായത് 30 വയസ്സിന് താഴെയുള്ള ഏതെങ്കിലും ഒരു ഫീൽഡിൽ വളരെ വലിയ സക്സസ് ആയിട്ടുള്ള ആളുകളെയാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. അപ്പം അദ്ദേഹവും 2017 നെയിംഡ് ആയിരുന്നു. A biopic on his life, Srikanth, was released in 2024. അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര സിനിമയായിട്ടുള്ള ശ്രീകാന്ത് റിലീസായത് 2024 ബയോപിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഥകളെ, നമ്മുടെ ഹിസ്റ്ററിയൊക്കെ സിനിമയാക്കുക എന്നതാണ്. ഓക്കെ, നൗ ലെറ്റ്സ് ബാക്ക് ടു എ സ്റ്റോറി. സക്സസ് റിക്വയർസ് വിഷൻ ആൻഡ് പെർസിവറൻസ് റദർ ദാൻ ലക്ക്, ഡസൻറ്റ് ഇറ്റ്? സക്സസിന് ആവശ്യം എപ്പോഴും ഭാഗ്യത്തേക്കാൾ കൂടുതൽ വിഷൻ, നല്ല കാഴ്ചപ്പാടും നല്ല അധ്വാനവുമാണ്, ഡസൻറ്റ് ഇറ്റ്? അങ്ങനെയല്ലേ? പ്രോബ്ലംസ് ഷുഡ് ബി സീൻ ആസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഫെയിലിയേഴ്സ് ആസ് പ്രാക്ടീസ്. പ്രശ്നങ്ങളെ നമ്മൾ കാണേണ്ടത് ഓരോ അവസരങ്ങളായിട്ടാണ്, നമ്മുടെ തോൽവികൾ നമ്മൾ കാണേണ്ടത് പ്രാക്ടീസ് ആയിട്ടാണ്. നമുക്ക് ഓരോ തോൽവിയും നമ്മൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരങ്ങളാണ്. ഡു യു അഗ്രി? നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? അങ്ങനെയല്ലേ? Now let's listen to a visually challenged visionary who has changed his own life and the lives of many others. ഒരുപാട് ആളുകളുടെ ജീവിതവും സ്വന്തം ജീവിതവും മാറ്റിമറിച്ചിട്ടുള്ള ഒരു വലിയൊരാളാണ് നമ്മുടെ ശ്രീകാന്ത്, നമ്മുടെ റൈറ്റർ എന്ന് പറയുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ സ്റ്റോറി കേൾക്കാം. ഹലോ, ഐ എം ശ്രീകാന്ത്, ആൻ ഓൺട്രപ്രണർ. ഹലോ, ഞാൻ ശ്രീകാന്താണ്, ഞാനൊരു ഓൺട്രപ്രണറാണ്, ഞാനൊരു സംരംഭകനാണ്. ഡു യു നോ ദാറ്റ് 51% ഓഫ് ഇന്ത്യൻസ് ആർ സെൽഫ് എംപ്ലോയ്ഡ്? നിങ്ങൾക്കറിയാമോ ഇന്ത്യയിലെ ഒരു 51% ആളുകളും സെൽഫ് എംപ്ലോയ്ഡ് ആണെന്ന്? സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വയം അധ്വാനിക്കുക, അതായത് മറ്റൊരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരാളുടെ കീഴിൽ പണിയെടുക്കാതെ അധ്വാനിക്കുക, ഈ ട്രേഡ്, ബിസിനസ്, അങ്ങനെയൊക്കെ. ലെറ്റ് മീ ഷെയർ ദ സ്റ്റോറി ഓഫ് ദ റിച്ചസ്റ്റ് ഓൺട്രപ്രണറിയൽ കപ്പിൾസ് ഇൻ ദ വേൾഡ്, മൈ പാരൻസ്. ഈ ലോകത്തെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള സംരംഭകരായിട്ടുള്ള എൻ്റെ പാരൻസിനെ കുറിച്ച് ഞാൻ പറയട്ടെ. They earned just 2,000 a year from their small plot of land. അവർ വർഷം 20,000 രൂപയാണ് സമ്പാദിച്ചിരുന്നത് അവരുടെ ചെറിയൊരു പ്ലോട്ട് ഓഫ് ലാൻഡിൽ നിന്ന്. ഗിവിംഗ് ബർത്ത് ടു എ ചൈൽഡ് ഇസ് ദ ഹാപ്പിയസ്റ്റ് തിങ് ഫോർ എവറി മാരിഡ് കപ്പിൾ. ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്നുള്ളതാണ് മാരിഡ് ആയിട്ടുള്ള എല്ലാ കപ്പിൾസിൻ്റെയും ആഗ്രഹം. അറ്റ് ദാറ്റ് മൊമെൻറ്റ് ഇൻ ടൈം ദ ടേം ആപ്പിൾ ഓഫ് ദി ഐ ഡിഡ് നോട്ട് മീൻ മച്ച് ടു ദം. ആപ്പിൾ ഓഫ് ദി ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തെ നല്ല രീതിയിൽ വളർത്തുക, ഈ കുഞ്ഞിനെയൊക്കെ നല്ല രീതിയിൽ നമ്മൾ ചെറിഷ് ചെയ്യുക, അതിനൊക്കെയാണ് നമ്മൾ ആപ്പിൾ ഓഫ് ദി ഐ എന്ന് പറയുക. ഓക്കെ, അപ്പം ആ ഒരു ടേം അവർക്ക് അത്രത്തോളം അർത്ഥം വെച്ചു കൊടുത്തിരുന്നില്ല, അതായത് അവർക്ക് അത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല. അറ്റ് ദാറ്റ് മൊമെൻറ്റ് ഇൻ ടൈം ദ ടേം ആപ്പിൾ ഓഫ് ദി ഐ ഡിഡ് നോട്ട് മീൻ മച്ച് ടു ദം. ആ ഒരു സമയത്ത്, ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് ആപ്പിൾ ഓഫ് ദി ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞിനെ നല്ല സ്നേഹവും കെയറൊക്കെ കൊടുത്തിട്ട് വളർത്തുന്നതിനെയാണ് ആപ്പിൾ ഓഫ് ദി എന്ന് പറയാം. അപ്പം അത് എൻ്റെ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം അത്ര മീനിങ് ആയിരുന്നില്ല. ഓക്കെ, neither of my parents had ever seen an apple, nor did I have an eye.
എൻ്റെ പാരൻസ്, അച്ഛനും അമ്മയും ജീവിതത്തിൽ ഒരിക്കലും ഒരു ആപ്പിൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതായത് അവർക്ക് അത്രയും ദാരിദ്ര്യമായിരുന്നു. നോട്ട് ഡൈ ഹാവ് എൻ ഐ, എനിക്ക് കണ്ണുമുണ്ടായിരുന്നില്ല. ഞാനൊരു ബ്ലൈൻഡ് ആയിട്ടാണ് ജനിച്ചത്. When I was born without eyes, society saw me as a burden. ഞാൻ കാഴ്ചയില്ലാത്തവനായി ജനിച്ചപ്പോൾ സൊസൈറ്റി എന്നെ ഒരു ഭാരമായിട്ടാണ് കണ്ടത്. സം ഈവൻ സജസ്റ്റഡ് ദാറ്റ് ഐ ഷുഡ് ബി സ്മോത്തേഡ്. അതിൽ പലരും എൻ്റെ പാരൻസിന് സജസ്റ്റ് ചെയ്തു എന്നെ സ്മോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ശ്വാസം മുട്ടിച്ച് കൊന്നു കളയാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ബട്ട് മൈ പാരൻസ് ഷവേർഡ് ഓൺ മീ ഇമ്മൻസ് ലവ് ആൻഡ് കെയർ. പക്ഷേ എൻ്റെ പാരൻസ് എനിക്ക് വലിയ സ്നേഹവും കെയറൊക്കെ തന്നിട്ടാണ് വളർത്തിയത്. ദേ ഫെൽറ്റ് ദേ വർ ദ റിച്ചസ്റ്റ് കപ്പിൾ ഇൻ ദ വേൾഡ്. അവർക്ക് തോന്നിയത് അവരാണ് ലോകത്തിലെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആളുകൾ, കപ്പിൾ എന്ന് തോന്നിയത്. ആൻഡ് ഐ കൺസിഡർ മൈസെൽഫ് ദ ലക്കിയസ്റ്റ് പേഴ്സൺ. ഞാൻ എന്നെ വിചാരിച്ചത് ഞാൻ ആണ് ഈ ലോകത്തെ ഏറ്റവും ലക്കി ആയിട്ടുള്ള ഗായ് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ആസ് എ ചൈൽഡ് ഐ സ്പെൻഡ് മച്ച് ഓഫ് മൈ ടൈം വിത്ത് മൈ ഫാദർ ഇൻ ദ ഫീൽഡ്സ്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ കൂടുതൽ സമയവും ഞാൻ ചിലവഴിച്ചിരുന്നത് എൻ്റെ അച്ഛൻ്റെ കൂടെ കൃഷി സ്ഥലത്താണ്. നമ്മൾ പറഞ്ഞു പാരൻസ് ഫാമേഴ്സ് ആയിരുന്നു. അപ്പം അവിടെയാണ് ഞാൻ എൻ്റെ കൂടുതൽ സമയവും ചിലവഴിച്ചിരുന്നത്. ഹവർ മൈ ഷോർട്ട് ലെഗ്സ് മെയ്ഡ് ഇറ്റ് ഡിഫിക്കൾട്ട് ഫോർ മീ ടു ഹെൽപ്പ്. പക്ഷെ ഞാൻ കുഞ്ഞാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ ചെറിയ കാലുകൾക്ക് എൻ്റെ അച്ഛനെ സഹായിക്കാനായിട്ട് പറ്റില്ല. മൈ ഫാദർ ബിഗൻ ടു തിങ്ക് ദാറ്റ് പെർഹാപ്സ് ദ പീപ്പിൾ ഹു ഡൗട്ടഡ് മൈ ഫ്യൂച്ചർ മൈ ബി റൈറ്റ്. എൻ്റെ അച്ഛൻ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി, ആളുകൾ വിചാരിക്കുന്നത് പോലെ എൻ്റെ ഫ്യൂച്ചർ ഒരു പക്ഷേ അങ്ങനെ ആവാം എന്ന് സംശയിക്കാൻ തുടങ്ങി. ഹി റിയലൈസ്ഡ് ഐ ഡിഡൻറ്റ് ഫിറ്റ് ഇൻ ടു ദ ട്രഡീഷണൽ ഫാമിംഗ് മോഡൽ. അദ്ദേഹം മനസ്സിലാക്കി എനിക്ക് ഈ ഫാമിങ്ങും കാര്യങ്ങളൊന്നും എനിക്ക് ചേർന്ന പണിയല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ദെൻ ഹി ഡിസൈഡഡ് ദാറ്റ് എഡ്യൂക്കേഷൻ വാസ് ടു ബി മൈ പാത്ത്. അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു എൻ്റെ പാത്ത്, എൻ്റെ വഴി, എൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആയിരിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. Despite the challenges of trekking to a faraway school and being ignored by teachers and classmates. ട്രെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദൂരം സഞ്ചരിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ദൂരെയുള്ളൊരു സ്കൂളിൽ ഞാൻ ഒരുപാട് ദൂരം സഞ്ചരിച്ച് കഷ്ടപ്പെട്ട് ചലഞ്ചുകളൊക്കെ ഫേസ് ചെയ്തുകൊണ്ട് പോയിട്ടും ടീച്ചേഴ്സും സ്റ്റുഡൻസും എന്നെ അവോയ്ഡ് ചെയ്തു. ഐ പെർസിവേർഡ്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു? പെർസിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിയായി പരിശ്രമിക്കുക, അതിനെയാണ് പെർസിവർ എന്ന് പറയുക. ഫോർ 2 years ഐ സാറ്റ് ഓൺ ദി ലാസ്റ്റ് ബെഞ്ച്. 2 വർഷത്തോളം ഞാൻ ലാസ്റ്റ് ബെഞ്ചിലാണ് ഇരുന്നത്, ക്ലാസ്സിലെ അവസാന ബെഞ്ചിലാണ് ഇരുന്നത്. എക്സ്ക്ലൂഡഡ് ഫ്രം ആക്ടിവിറ്റീസ്. എല്ലാത്തരം ആക്ടിവിറ്റീസിൽ നിന്നും ഞാൻ ഒഴിവാക്കപ്പെട്ടിരുന്നു, മാറ്റി നിർത്തപ്പെട്ടിരുന്നു. ഐ ദെൻ ഫെൽറ്റ് ലൈക്ക് ദ പുവറസ്റ്റ് ചൈൽഡ് ഇൻ ദ വേൾഡ്, നോട്ട് ഓൺ അക്കൗണ്ട് ഓഫ് ലാക്ക് ഓഫ് മണി. അപ്പോൾ എനിക്ക് തോന്നി ഈ ലോകത്തെ ഏറ്റവും പുവറസ്റ്റ് ആയിട്ടുള്ള, ദരിദ്രനായിട്ടുള്ള വ്യക്തി ഞാനാണെന്ന് തോന്നി, ലക്കിയസ്റ്റ് അല്ല എന്ന് എനിക്ക് തോന്നി. കാരണം എന്താണ്? നോട്ട് ഓൺ അക്കൗണ്ട് ഓഫ് ലാക്ക് ഓഫ് മണി, പണമില്ലാത്തത് കൊണ്ടല്ല, ബട്ട് ബിക്കോസ് ഓഫ് ലോൺലിനെസ് ആൻഡ് ഐസൊലേഷൻ. എൻ്റെ ഏകാന്തതയും ഒറ്റപ്പെടലും കാരണം എനിക്ക് തോന്നി ഞാൻ എന്താണ് ഈ ലോകത്തെ ഏറ്റവും പുവറസ്റ്റ് ആയിട്ടുള്ള ഗായിയാണെന്ന് എനിക്ക് തോന്നി. ഇവൻച്വലി അവസാനം മൈ പാരൻസ് ആൻഡ് റിലേറ്റീവ്സ് ഡിസൈഡഡ് ദാറ്റ് ഐ ഷുഡ് സ്റ്റഡി ഇൻ എ സ്കൂൾ വിത്ത് സ്റ്റുഡൻസ് ലൈക്ക് മീ. അങ്ങനെ എൻ്റെ പാരൻസും റിലേറ്റീവ്സും ഒക്കെ എന്ത് ചെയ്തു? എന്നെപ്പോലെ ഇതേപോലെ ഇൻവാലിഡ് ആയിട്ടുള്ള, അത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുള്ള ആളുകളെ ചേർക്കുന്ന സ്കൂളിൽ എന്നെ ചേർത്താമെന്ന് അവർ തീരുമാനിച്ചു. സോ ഐ വാസ് സെൻറ്റ് ടു എ സ്പെഷ്യൽ സ്കൂൾ ഇൻ ഹൈദരാബാദ്. അതുകൊണ്ട് ഹൈദരാബാദിലൊരു സ്പെഷ്യൽ സ്കൂളിലേക്ക് എന്നെ അയച്ചു. There I excelled, become an outstanding student, earning top marks and representing India in chess and cricket. അവിടെ ഞാൻ എന്ത് ചെയ്തു? പരീക്ഷകളിൽ നല്ല മാർക്ക് വാങ്ങാൻ തുടങ്ങി, ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻ്റായിട്ട് വരാൻ തുടങ്ങി. അതേപോലെ തന്നെ ഇന്ത്യയെ ചെസ്സിലും ക്രിക്കറ്റിലും റെപ്രസെൻറ്റ് ചെയ്യാൻ തുടങ്ങി. I had the privilege of working with Dr. APJ Abdul Kalam on various projects like Lead India Youth Transformation Project. APJ അബ്ദുൽ കലാമിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പ്രൊജക്റ്റ്, ലീഡ് ഇന്ത്യ യൂത്ത് ട്രാൻസ്ഫോർമേഷൻ പ്രൊജക്റ്റ്, അതുപോലെയുള്ള വ്യത്യസ്ത പ്രൊജക്റ്റുകളിൽ എനിക്ക് വർക്ക് ചെയ്യാനുള്ള അവസരവും കിട്ടി. When I completed my 10th grade with over 90% marks, I wanted to study science at the AP State Board. 10ാം ക്ലാസ്സിൽ ഞാൻ 90% മാർക്കിന് മുകളിൽ നേടിയപ്പോൾ എനിക്ക് സ്റ്റേറ്റ് ബോർഡിൽ സയൻസ് എടുക്കാനായിരുന്നു താല്പര്യം. ഹവർ പക്ഷേ എന്നിരുന്നാലും ഐ വാസ് ടോൾഡ് ഐ കുഡ് ഓൺലി ടേക്ക് ആർട്സ് ബിക്കോസ് ഐ വാസ് ഇംപെയർഡ്. ഞാൻ പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇംപെയർഡ് ആയതുകൊണ്ട് എനിക്ക് ആർട്സ് മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ, സയൻസ് എടുക്കാൻ കഴിയില്ല. ഇംപെയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസേബിൾഡ് ആയതുകൊണ്ട്. I didn't consider myself visually impaired but visually challenged. ഞാൻ എൻ്റെ സെൽഫിനെ ഞാൻ എന്നെ തന്നെ ഡിസേബിൾഡ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഐ വാസ് നോട്ട് അലൗഡ് ടു പെർസ്യൂ മൈ പാഷൻ ഡ്യൂ ടു ദി പെർസെപ്ഷൻസ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ അഭിപ്രായ പ്രകാരം എൻ്റെ ഡ്രീമിനെ എൻ്റെ പാഷനെ ഫോളോ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. റദർ ദാൻ അക്സെപ്റ്റ് ദിസ്, മറിച്ചത് അംഗീകരിച്ചുകൊണ്ട് ഐ ഡിസൈഡഡ് ടു സ്യൂ ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് ഒരു പരാതി കൊടുക്കാൻ വേണ്ടി ഞാൻ താല്പര്യപ്പെട്ടു. സ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരാതി കൊടുക്കുക. After 6 months of legal battle, I received a government order allowing me to study science, but at my own risk.
അങ്ങനെ 6 മാസത്തിൻ്റെ കഷ്ടപ്പാടിന് ശേഷം, അതായത് പരാതിയൊക്കെ കൊടുത്തപ്പം ലീഗലായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം എനിക്ക് ഗവൺമെൻറ്റിൽ നിന്നും സയൻസ് പഠിക്കാനുള്ള പെർമിഷൻ ഓർഡർ കിട്ടി. ബട്ട് അറ്റ് മൈ ഓൺ റിസ്ക്, പക്ഷേ എൻ്റെ സ്വന്തം റിസ്കിൽ വേണം ഞാൻ പഠിക്കാൻ. ഡിസ്പൈറ്റ് ദ ലാക്ക് ഓഫ് റിസോഴ്സസ് ഐ വർക്ക്ഡ് ഹാർഡ്. ഈ റിസോഴ്സസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, നല്ല ഹാർഡായിട്ട് തന്നെ വർക്ക് ചെയ്തു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മെൻറ്റർ, ഒരു മെൻറ്ററിൻ്റെ സഹായത്തോടു കൂടി. ഷി റെക്കോർഡഡ് മൈ ടെക്സ്റ്റ് ബുക്സ് ഓൺ ഓഡിയോ. അവൾ എൻ്റെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഒരു ഓഡിയോ ആക്കിയിട്ട് റെക്കോർഡ് ചെയ്ത് തന്നു. ആൻഡ് ഐ സ്കോർഡ് 98% ഇൻ മൈ എക്സാം. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ എക്സാമിലൊക്കെ 98% മാർക്കോളം കരസ്ഥമാക്കി. ദിസ് പ്രൂവ്സ് ദാറ്റ് എനി വൺ റിഗാർഡ്ലെസ് ഓഫ് ദിയർ ഇമ്പയർമെൻറ്റ് ഓർ ചലഞ്ച് ക്യാൻ അച്ചീവ് ഗ്രേറ്റ് തിങ്സ്. ഇത് കാണിക്കുന്നത്, ഇത് നമ്മളെ തെളിയിച്ചു തരുന്നു, ആർക്ക് വേണമെങ്കിലും അവർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും, അതായത് അവർ എന്ത് ഡിസേബിൾ ആയിട്ടുള്ള. However, my journey didn't end there. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ യാത്ര ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല. When it was time to apply to top engineering schools like IIT, I was told that I couldn't sit for the competitive exams because of my blindness. അങ്ങനെ IIT പോലെയുള്ള വലിയ എഞ്ചിനീയറിംഗ് സ്കൂളിലൊക്കെ അഡ്മിഷൻ കൊടുക്കേണ്ട സമയത്ത് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാം ഒന്നും എഴുതാൻ കഴിയില്ല, കാരണം ഞാൻ ബ്ലൈൻഡാണ്. ഇഫ് IIT didn't want me, I decided I didn't want it either. IITക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് IITയും വേണ്ടാന്ന് ഞാനും തീരുമാനിച്ചു. I applied to top schools in the United States and was accepted into MIT, Stanford, Berkeley and Carnegie Mellon. ഞാൻ ഒരുപാട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ യൂണിവേഴ്സിറ്റികളിലേക്ക് ആപ്ലിക്കേഷൻ നൽകുകയും MIT, ബെർക്ക്ലി, കാർണിഗി പോലെയുള്ള യൂണിവേഴ്സിറ്റികളിൽ എന്നെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. ഐ ചോസ് ടു അറ്റൻഡ് MIT, ബിക്കമിങ് ദ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ബ്ലൈൻഡ് സ്റ്റുഡൻറ്റ് ഇൻ ഇറ്റ്സ് ഹിസ്റ്ററി. ഞാൻ MITയിൽ സെലക്റ്റഡ് ആവുകയും അതിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഒരു ബ്ലൈൻഡ് സ്റ്റുഡൻ്റായിട്ട് മാറുകയും ചെയ്തു. While at MIT, I began to think deeply about my future. ഞാൻ MITയിലായിരിക്കുന്ന സമയത്ത് എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ഡീപ്പായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. Should I just get married, settle down and work in corporate America? ഞാനൊരു വിവാഹം കഴിച്ച് അമേരിക്കയിൽ സെറ്റിൽഡ് ആയാലോ? നോ, ഐ വാണ്ടഡ് ടു സോൾവ് ദ പ്രോബ്ലംസ് ഐ ഹാഡ് ഫേസ്ഡ്. അങ്ങനെ എൻ്റെ കാര്യം, എൻ്റെ ലൈഫ് മാത്രം ലീഡ് ചെയ്താൽ പോരാ, ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ എനിക്ക് സോൾവ് ചെയ്യണം. വൈ ഷുഡ് ബ്ലൈൻഡ് ചിൽഡ്രൻ ബി മെയ്ഡ് ടു സിറ്റ് ഓൺ ദി ലാസ്റ്റ് ബെഞ്ച്? എന്തുകൊണ്ടാണ് ബ്ലൈൻഡ് ആയിട്ടുള്ള ചിൽഡ്രനെ ലാസ്റ്റ് ബെഞ്ചിൽ കൊണ്ടുപോയിട്ടിരുത്തുന്നത്? വൈ ഷുഡ് 10% ഓഫ് ഇന്ത്യൻസ് പോപ്പുലേഷൻ ഹു ആർ ഡിസേബിൾഡ് ബി എക്സ്ക്ലൂഡഡ് ഫ്രം ദി ഇക്കോണമി? എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ബ്ലൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള 10% ആളുകളും എക്കോണമിയിൽ നിന്നും എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ളത്? ദീസ് ക്വസ്റ്റ്യൻസ് ലെറ്റ് മീ ബാക്ക് ടു ഇന്ത്യ. ഈ ചോദ്യങ്ങളൊക്കെ എന്നെ ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചെത്തിച്ചു. ഐ റിട്ടേൺഡ് ഗിവിങ് അപ്പ് ഓൾ ദ ഓപ്പർച്യൂണിറ്റീസ് ഇൻ കോർപ്പറേറ്റ് അമേരിക്ക. ഞാൻ അവിടെ എൻ്റെ എല്ലാ ഓപ്പർച്യൂണിറ്റീസും അമേരിക്ക തന്നെ വെച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് പോയി. ടു ബിൽഡ് എ സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം ഫോർ ദ ഡിസേബിൾഡ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി. We have supported over 3,000 students in education, vocational rehabilitation, sports and much more. ഞങ്ങൾ 3000-ഓളം സ്റ്റുഡൻസിനെ എഡ്യൂക്കേഷനിലായിട്ടും അതേപോലെ തന്നെ പ്രൊഫഷണൽ സ്കിൽസിലും സ്പോർട്സിലൊക്കെ ആയിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു. ആ കമ്പനി നൗ എംപ്ലോയ്സ് ഓവർ 150 ഡിസേബിൾഡ് ഇൻഡിവിജ്വൽസ്. ഞങ്ങൾ 150-ലേറെ കുട്ടികളെ ഞങ്ങളുടെ കമ്പനി തന്നെ എംപ്ലോയ്മെൻറ്റ് കൊടുക്കുകയും ചെയ്തു. It crosses over $1 million in sales, but we are still at the initial stage of a growth with much more to do. ഞങ്ങൾക്കിത് ഒരുപാട് ലാഭം ഉണ്ടാക്കി തന്നിരുന്നു, സെയിൽസിലൊക്കെ ആയിട്ട് നല്ല ഗ്രോത്ത് ഉണ്ടാക്കി തന്നിരുന്നു. എന്നിട്ടും ഞങ്ങൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ, പ്രാരംഭഘട്ടത്തിൽ തന്നെയായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഉണ്ടായിരുന്നു. ഐ വാണ്ട് ടു ലീവ് യു വിത്ത് 3 ലെസൺസ്. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള 3 കാര്യങ്ങൾ, 3 ലെസൺസ് എന്ന് പറയുന്നത്: ഫസ്റ്റ്, ഷോ കമ്പാഷൻ ആൻഡ് ഹെൽപ്പ് അതേഴ്സ് ത്രൈവ്. നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് കമ്പാഷൻ, അനുകമ്പ കാണിക്കുകയും അവരുടെ ഗ്രോത്തിൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതുമാണ്. ട്രൂ വെൽത്ത് ഡസൻറ്റ് കം ഫ്രം മണി ബട്ട് ഫ്രം ദ ഹാപ്പിനെസ് ഓഫ് അതേഴ്സ്. യഥാർത്ഥ സമ്പന്നത എന്ന് പറയുന്നത് പൈസയിൽ നിന്നുമല്ല നമുക്ക് കിട്ടുന്നത്, മറ്റുള്ളവരുടെ ഹാപ്പിനെസ്സിൽ നിന്നാണ്. സെക്കൻഡ്, രണ്ടാമതായിട്ട്, റിമൂവ് ലോൺലിനെസ് ഫ്രം പീപ്പിൾസ് ലീവ്സ്. നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്നുമുള്ള ഏകാന്തതയെ നമ്മൾ ഒഴിവാക്കുക, അതിനെ എടുത്തു മാറ്റുക. ആസ് ഇറ്റ് ഈസ് ദ വേഴ്സ്റ്റ് ഫോം ഓഫ് പോവേർട്ടി. അത് ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ളൊരു ഭാഗമാണ്. ഫൈനലി, ആൻഡ് മൂന്നാമത്തെ ലെസൺ എന്ന് പറയുന്നത്: റിമെമ്പർ ദാറ്റ് വെൻ യു ഡു സംതിങ് ഗുഡ് യു വിൽ ബി ദ ഫസ്റ്റ് ടു ബി ബെനഫിറ്റ്. ഫൈനലി റിമെമ്പർ ദാറ്റ് വെൻ യു ഡു സംതിങ് ഗുഡ് യു വിൽ ബി ദ ഫസ്റ്റ് ടു ബെനഫിറ്റ്. മൂന്നാമത്തെ ലെസൺ എന്ന് പറയുന്നത്, നമ്മൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനഫിറ്റ് ആദ്യം കിട്ടുന്നതും നമുക്ക് തന്നെയാണ്. ദ വേൾഡ് മേ ലുക്ക് അറ്റ് മീ ആൻഡ് സേ. ഈ ലോകം എന്നെ നോക്കി പറഞ്ഞേക്കാം: ശ്രീകാന്ത്, യു ക്യാൻ ഡു നത്തിങ്. ശ്രീകാന്ത്, നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ബട്ട് ഐ ലുക്ക് അറ്റ് ദ വേൾഡ് ആൻഡ് സേ. പക്ഷേ ഞാൻ ലോകത്തെ നോക്കിയിട്ട് പറയുന്നു: ഐ ക്യാൻ ഡു എനിത്തിങ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും.
Thank you. Okay, and now our chapter is getting in here. If you like the video, like, share and subscribe the channel.